ഒറ്റ ഇരിപ്പിൽ തന്നെ വായിച്ചു തീർക്കാവുന്ന ഒരു കുട്ടി പുസ്തകം. 2 നോവലുകളുടെ സമാഹാരമാണ് ഈ ഒരു പുസ്തകം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു നന്മാസ് വേൾഡ് ഓഫ് ബുക്സ്. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് KR മീരയുടെ മാലാഖയുടെ മറുകുകൾ കരിനീല എന്ന പുസ്തകമാണ്. മാലാഖയുടെ മറുകുകൾ ആദ്യത്തെ നോവലും കരിനീല രണ്ടാമത്തെ നോവലുമാണ് ഈ ഒരു പുസ്തകത്തിൽ. KR മീര എന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ എഴുത്തുകാരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. KR മീര നമുക്ക് വളരെ അറിയാം, നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓത്തറാണ്. ആരാച്ചാർ എന്ന കൃതിക്ക് വയലാർ അവാർഡ്, അതുപോലെ തന്നെ KR മീര എന്ന എഴുത്തുകാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. അതുപോലെ തന്നെ മീര സാധു, കരിനീല എന്ന ഈ ഒരു നോവൽ, അതുപോലെ തന്നെ ആരാച്ചാർ, ഇതൊക്കെ തന്നെ KR മീരയുടെ ഖബർ, ഇതൊക്കെ തന്നെ KR മീരയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇതിനു മുമ്പ് ആരാച്ചാർ എന്ന പുസ്തകമൊക്കെ കേട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് KR മീര മാമിൻ്റെ ഒരു ബുക്ക് വായിക്കുന്നത്. സോ എൻ്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നതാണ് മാലാഖയുടെ മറുകുകൾ കരിനീല. ഇതിൽ 2 നോവലുകളാണുള്ളത്. ഇത് ഞാൻ 26-ാം തീയതി കഴിഞ്ഞ മാസമാണ് വായിച്ചത്. കുറച്ച് തിരക്കുകൾ മൂലമാണ് റിവ്യൂ ഇടാൻ ഒന്ന് വൈകിയത്. അപ്പോൾ ആദ്യത്തെ നോവലായിട്ടുള്ള മാലാഖയുടെ മറുകുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം, അത് ആദ്യം തുടങ്ങുന്നത് തന്നെ ഒരു കൊലപാതക രംഗത്തിലൂടെയാണ്. അതായത് ഏഞ്ചല എന്നൊരു വനിതയെ അവരുടെ ഭർത്താവ് കൊല്ലുകയാണ്. അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് എന്താ പറയുക, വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ അവർക്ക് ഏഞ്ചല എന്ന സ്ത്രീക്ക് 2 മക്കളുണ്ട്. അവരുടെ ഒരു കഥയാണ് മെയിൻലി ആ ഫസ്റ്റ് സ്റ്റോറിയിൽ പറയുന്നത്. എന്തിനായിരിക്കണം ഏഞ്ചലയെ അവരുടെ മുൻ ഭർത്താവായിട്ടുള്ള അലക്സ് കൊന്നത്? പിന്നെ ഇതിൽ മറ്റൊരു ക്യാരക്ടർ വരുന്നുണ്ട്, നരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവരുടെ 2 മക്കൾ, ഈ ഏഞ്ചലയുടെ മരണത്തോടു കൂടി ഇവരുടെ 2 മക്കളും പിരിയേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം, അതൊക്കെ എത്ര ആ 2 സഹോദരങ്ങൾ പിരിയുന്നത്, അതൊക്കെ എത്ര വേദനാജനകമാണെന്നൊക്കെ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കഥ അങ്ങനെയാണ്. സെക്കൻഡ് കഥ എന്ന് പറയുന്നതാണ് കരിനീല. അത് ശരിക്കും ഒരു പ്രണയകഥയാണ് എന്നൊക്കെ തന്നെ പറയാം. ഒരു സന്യാസിയോട് ഒരു സ്ത്രീക്ക്, ആ സ്ത്രീ എന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ 2 കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ അവർക്ക് വീട് വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ വീടുടമസ്ഥനായിട്ടുള്ള ആ സന്യാസിയോട് തോന്നുന്ന ഒരു പ്രണയത്തിൻ്റെ കഥയാണ് കരിനീല എന്ന് പറയുന്നത്. ആ കഥയും പല സ്റ്റീരിയോ ടൈപ്സും ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കഥയാണ്. എന്ന് മാത്രമല്ല, പിന്നെ അവർക്ക് ആ സന്യാസിയുമായിട്ട് മുൻജന്മ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ തന്നെ തോന്നലുകൾ, അവരുടെ തോന്നലുകളിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ് കരിനീല. അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് ഈ 2 നോവൽ. നമുക്ക് വേണമെങ്കിൽ നീണ്ട ചെറുകഥ എന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ നോവൽ എന്ന് വിളിക്കാം, അല്ലേ, ബഷീറിൻ്റെ പുസ്തകങ്ങളിലൊക്കെ പോലെ. പക്ഷേ ഈ 2 നോവലുകളും തന്നെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഐ വിൽ ഗിവ് ദിസ് ബുക്ക് എ റേറ്റിംഗ് ഓഫ് 8 ഔട്ട് ഓഫ് 10. പിന്നെ എന്താ, ഈ ഒരു ബുക്കിൽ ഇത് വളരെ ചെറിയൊരു പുസ്തകമാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഇവിടെ അടുത്ത് RMC എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോകാറുള്ളൂ. അപ്പോൾ അവിടെ കുറേ ബുക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിക്കുന്നത്. അവിടെ കുറച്ച് മലയാളം ബുക്സ്, ഒരുപാടൊന്നുമില്ല, പക്ഷെ കുറച്ച് മലയാളം ബുക്സും അവിടെ നിന്നൊക്കെയാണ് ഞാൻ ബഷീറിൻ്റെ പുസ്തകങ്ങളും കൂടുതൽ വാങ്ങിക്കുന്നത്, DC ബുക്സിൻ്റെ ഒക്കെ. ഇതും പ്രസിദ്ധീകരിച്ചിട്ടുള്ള DC ബുക്സാണ്. ഇതിൻ്റെ 10ാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ബേസിക്കലി ഈ കവർ കണ്ടപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നി വാങ്ങിച്ചതാണ്. പക്ഷേ ദിസ് വാസ് എ ഗുഡ് ബുക്ക്. അപ്പോൾ KR മീരയുടെ ഒരു പുസ്തകം, എൻ്റെ ഫസ്റ്റ് റീഡ് ഓഫ് KR മീര. അപ്പോൾ എനിക്കിനി ആരാച്ചാറൊക്കെ വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാനുള്ളത്. പല സ്റ്റീരിയോ ടൈപ്സും ഒക്കെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകം, പല വ്യക്തികളുടെയും വേദനകളിൽ കൂടി കടന്നു പോകുന്ന ഒരു പുസ്തകം, അങ്ങനെയൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. അടുത്ത ദിവസം അടുത്ത ബുക്ക് റിവ്യൂമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മീ നന്മ സൈനിങ് ഓഫ്. ബൈ.